നോക്കാം. ദി സ്പീക്കർ ബിഗിൻസ് ദ പോയം ബൈ എസ്റ്റാബ്ലിഷിംഗ് തീംസ് ആൻഡ് സെറ്റിംഗ്. നമ്മൾ ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് സ്പീക്കർ എന്ത് പറയുന്നതായിട്ടാണ്, ഒരു ഓൾഡ് മ്യൂസിയത്തിൻ്റെ കാര്യം അല്ലേ, ഒരു സെറ്റിംഗ് പറയുന്നുണ്ട്. ഒരു ഓൾഡ് മാസ്റ്റേഴ്സ് മ്യൂസിയം, പഴയ ചിത്രകലയൊക്കെ ഉള്ള ഒരു പെയിൻറ്റിംഗ് ഒക്കെ ഉള്ള ഒരു മ്യൂസിയത്തിനെ കുറിച്ച്. അപ്പോൾ ഉടനെ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറയുന്നത് ഇമ്മീഡിയറ്റ് റിമാർക്ക് അബൌട്ട് ദ ആർട്ടിസ്റ്റ് ഇൻ ദ ഗാലറി. ഒരു ഗാലറിയിലേക്ക് അവർ കയറി ചെല്ലുന്നതും അവിടെ വെച്ച് പെയിൻറ്റിങ് കാണുന്നതും ആ പെയിൻറ്റിങ്ങിനെ പറ്റി അദ്ദേഹം പറയുകയാണ്. ഇമ്മീഡിയറ്റ്ലി ഹി സ്റ്റാർട്ടഡ് സേയിങ് അബൌട്ട് എന്താണ് ആ ഒരു പിക്ചറിൻ്റെ പ്രത്യേകത എന്നുള്ള രീതിയിൽ. സാധാരണ നമ്മളൊരു ചിത്രം കാണുമ്പോൾ അത് ജസ്റ്റ് ആസ്വദിച്ച് പോവുകയല്ലേ ചെയ്യുക. ഇവരങ്ങനെയല്ല ചെയ്തത്, അതിനെന്ത് പ്രത്യേകത ഉണ്ട് എന്നാണ് ശ്രദ്ധിച്ചത്. അപ്പം നമുക്ക് നോക്കാം. He says that the old masters were constantly aware of how people react to hardships. പണ്ടത്തെ പെയിൻറ്റേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ശ്രദ്ധിക്കും ആളുകളുടെ ലൈഫ് എങ്ങനെയാണ് എന്നും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ടെന്ന്. കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ ഒരുപാട് വിഷമങ്ങളിലൂടെയും ദുരിതങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടാവും. എന്നാൽ അതൊന്നും ആർക്കും ശ്രദ്ധിക്കാനൊന്നും നേരം ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഇവിടെ ഈ പെയിൻറ്റിങ്ങിൽ എന്ത് കൃത്യമായിട്ടാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. ഓരോ ആളുകളും വിഷമിക്കുന്നത്, അവരുടെ ബുദ്ധിമുട്ടുകൾ, ജീവിതത്തിലുള്ള ഒരു പ്രയാസങ്ങൾ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആദ്യത്തെ പെയിൻറ്റിങ്ങിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ ആളുകൾ ജോലിയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ലുക്കിംഗ് ത്രൂ എ ഗാലറി ഓഫ് വർക്ക്സ് ബൈ വെൽ നോൺ പ്രീ 19th century പെയിൻറ്റേഴ്സ്. 19th centuryയിലെ പെയിൻറ്റേഴ്സാണ്. അവരുടെ ചിത്രങ്ങളിൽ ഇറ്റ് ഡിപ്പിക്ട്സ് മിസറി, ഹ്യൂമൻ കൈൻഡ് മൈൻഡ് സെറ്റ് ടുവേർഡ്സ് അതേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് സ്പീക്കർ എലാബറേറ്റ്സ് ഓൺ ദിസ് പോയിന്റ് ബൈ റെഫറിങ് ടു പീറ്റർ ബ്രൂഗലിൻ്റെ എൽഡേഴ്സ് പിക്ചർ ദി സെൻസസ് ഓഫ് ബെത്ലഹേം. അപ്പോൾ ആദ്യം ഫസ്റ്റ് പിക്ചറിൽ ആളുകളുടെ ടോയിൽസ്, ലൈഫിൻ്റെ പ്രോബ്ലംസ്, ലൈഫിലുള്ള കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പിക്ചറായിരുന്നെങ്കിൽ സെക്കൻഡ് ഹി മൂവ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് പെയിൻറ്റിങ് ആൻഡ് ഇറ്റ് വാസ് ദ സെൻസസ് ഓഫ് ബെത്ലഹേം. ബെത്ലഹേമിൽ നടന്ന സെൻസസ്, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ വരവ്, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഒരു ബേബിയായി ബെത്ലഹേമിൽ ജനിക്കുമെന്ന് ഹെരോദ രാജാവ് അറിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ കൊല്ലാൻ ആര് തീരുമാനിച്ചു? ഹെരോദാവ് തീരുമാനിച്ചു. അപ്പോൾ കുഞ്ഞ് അവിടെ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് രാജാവാകുമെന്നാണ് പഴയ കാലത്ത് ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഫിറ്റ്സൊക്കെ പ്രവചിച്ചിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ ഹെരോദാവ് അവിടെ നിന്ന് മാറിക്കൊടുക്കേണ്ടി വരും. സോ അദ്ദേഹം ഭയങ്കര ടെൻസ്ഡായി എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ എണ്ണ എടുക്കാനും തീരുമാനിച്ചു. അപ്പോൾ ആ പിക്ചറിൽ നമുക്ക് കാണാവുന്നത് ആ നാട്ടിലുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ എണ്ണ എടുക്കുന്നതായിട്ടാണ്. അപ്പോൾ എണ്ണ എടുക്കുന്നതെന്ന് പറയുമ്പം അത് എന്തിനുള്ള എണ്ണ എടുക്കലാണെന്ന് അറിയാമോ? അവിടെ നമുക്ക് ആ ഒരു പെയിൻറ്റിങ്, ഇപ്പം മിസ്സിൻ്റെ ഇതിൻ്റെ പെയിൻറ്റിങ് ഒന്നുമില്ല, നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് ആ പെയിൻറ്റിങ് ഒക്കെ. അപ്പം ഒന്ന് ശ്രദ്ധിക്കുക. ആ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളൊക്കെ ഓടി കളിക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടേതായിട്ടുള്ള രീതികളിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലർ പോണ്ടിൽ നീന്തുന്നുണ്ട്, അങ്ങനെ പല ഇതും കാണാം അതിനകത്ത്. പിള്ളേർ കളിക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആ പിക്ചറിൽ കുട്ടികൾ ദേ ആർ അൺഅവെയർ, ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നും അറിയില്ല. ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്ത് അവിടെ നടക്കാൻ പോവുകയാണെന്നും അങ്ങനെ ഒരു ബർത്ത് അവിടെ നടക്കുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് പ്രയാസമാവുന്നൊന്നും ആർക്കും അറിയില്ല. അപ്പം ദേ ഓൾസോ ആർ അൺഅവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ് അല്ല. ഈ ചുറ്റുപാടുള്ള പല കാര്യങ്ങളും അവർക്കും അറിയാതിരിക്കുന്ന, അവരും അവരുടെ ഡെയിലി ലൈഫിൽ മൂവ് ഓൺ ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആ പിക്ചറിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദറ്റ് പ്രഗ്നൻറ്റ് മേരി ആൻഡ് ജോസഫും പ്രഗ്നൻറ്റ് മേരീൻ്റെയും പിക്ചർ കാണുന്നുണ്ട് അതിൽ. അപ്പോൾ അവർ അവിടേക്ക് എത്തുന്നേ ഉള്ളൂ അല്ലേ, ഗർഭിണിയായിട്ട് അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. അവിടെ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, കുഞ്ഞ് ജനിക്കാൻ പോവാണ്. എന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, അവിടെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു ഭീഷണിയായി മാറും. എന്തുകൊണ്ടെന്നാൽ 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ആര് തീരുമാനിക്കുകയാണ്? ഹെരോദ രാജാവ് തീരുമാനിക്കുകയാണ്. കാരണം അവിടെ ജനിക്കുമെന്നറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വലിയ മെസാക്കറെ തന്നെ അവിടെ നടക്കാൻ പോവുക, കൂട്ടക്കൊല തന്നെ നടക്കാൻ പോവുകയാണ് എന്ന് ആരും അറിയുന്നില്ല. എല്ലാവരും ഡെയിലി ലൈഫിൽ അവനവൻ്റെ കാര്യങ്ങളുമായിട്ട് പോകുന്നു എന്ന് നമുക്ക് സെക്കൻഡ് പിക്ചറിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു?
യെസ്, ഓരോ മനുഷ്യന്മാരും അവരവരുടെ ലൈഫിലെ പ്രോബ്ലംസും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് അവരവരുടെ ജോലി എടുത്ത് പോകുന്നൊരു പിക്ചർ. രണ്ടാമത്തെ പിക്ചറിലും കാണുന്നത് കുഞ്ഞുങ്ങൾ അവരവരുടെ കാര്യങ്ങൾ നോക്കി കളിച്ചും ചിരിച്ചൊക്കെ നടക്കുന്നു. അവർക്കും അറിയില്ല സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന്, അങ്ങനത്തെ ഒരു പിക്ചർ. അപ്പോൾ നമ്മൾ ചുറ്റുമുള്ള ലോകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലേ, നമ്മുടെ ചുറ്റും നടക്കുന്ന പലതും എന്താണ്, പല പ്രശ്നങ്ങൾ, യുദ്ധങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. പക്ഷെ വി പീപ്പിൾ ആർ അൺഅവെയർ ഓഫ് ഇറ്റ് അല്ലേ. കുറച്ച് പേരൊക്കെ ചിലപ്പോൾ അവെയർ ആയിരിക്കും, അയ്യോ എന്താവും നാളെ എന്താവും എന്നുള്ള ടെൻഷനൊക്കെ അടിച്ചിട്ട്. ചില ആൾക്കാർ അപ്പുറത്ത് എന്ത് നടക്കുന്നു അത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നടക്കില്ലല്ലോ വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ലൈഫ് അങ്ങനെയാണ് എന്നാണ് പോയിട്ട് പറയുന്നത്. ഇനി അടുത്ത പിക്ചറിലേക്ക് പോവുകയാണെങ്കിലോ, അദ്ദേഹം കാണുന്നത് എന്താണ്, ഒരു ലാൻഡ്സ്കേപ്പ് അല്ല, വിത്ത് ഫാൾ ഓഫ് ഇക്കാറസ് ആസ് ആൻ എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. ഒബ്സർവിങ് ദാറ്റ് എവറിത്തിങ് ഇൻ ദ പെയിൻറ്റിങ് സീംസ് ടു ഇഗ്നോർ ഇക്കാറസ് ട്രാജിക് ഡിമൈസ്. ആ പിക്ചറിൽ കാണുന്നതും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇക്കാറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലൻ ആകാശത്തു നിന്ന് വീഴുന്ന, അവൻ്റെ കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ വെള്ളത്തിലോട്ട് വീഴുന്നത്. പിന്നെ ചുറ്റുമുള്ള ചിത്രങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഡെയിലി ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യുന്ന പിക്ചേഴ്സാണ് കാണുന്നത്. ആ പിക്ചറിലെ ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൻ അവിടെ വീണതോ ഇവൻ അവിടെ മരിക്കുന്നതോ ഒന്നും ഒരു വലിയ കാര്യമായിട്ട് നിൽക്കുന്നില്ല. അതൊരു പഴയ ഗ്രീക്ക് കഥയിലുള്ളതാണ് കേട്ടോ. ഒരച്ഛൻ മോന് മെഴുകിൻ്റെ ഫെതേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ട് പറക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത്, ഒരിടത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. എന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്, പറന്ന് അവനോട് പറയുന്നുണ്ട് മെഴുകിൻ്റെതാണ്, അധികം പറക്കാൻ പാടില്ല, സൂര്യൻ്റെത് അടിച്ചു കഴിഞ്ഞാൽ എന്താ ഉരുകിപ്പോകുന്നൊക്കെ. പക്ഷെ അവൻ ചെറിയ ചെക്കനല്ലേ, അപ്പോൾ ചെക്കന്മാരോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കയറല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് കയറിയിട്ട് കാണിച്ചാലല്ലേ അവർക്ക് സന്തോഷമാവുള്ളൂ അല്ലേ, ആ പ്രായമല്ലേ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, ഒന്നുകൂടി അങ്ങ് പറക്കും. അങ്ങനെ പറന്ന് സൂര്യൻ്റെ ചൂടടിച്ചപ്പം ഈ മെഴുക് ഉരുകിപ്പോവുകയും അവൻ അത്രയും പൊക്കത്തെയും താഴോട്ട് വീണ് മരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു പിക്ചറിലും അവൻ വീണത് ഓക്കെ, പക്ഷെ ചുറ്റുമുള്ളവർ അവരവരുടെ ഡെയിലി ലൈഫായിട്ട് മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാം. അപ്പോൾ അക്കോർഡിംഗ് ടു ദ സ്പീക്കർ, ദ ഫാമർ ഡ്രൈവിങ് എ പ്ലോ, അതിൽ ഒരു ഫാമർ ഇതിങ്ങനെ പോകുന്ന ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യൻ ആസ് യൂഷ്വൽ ഷൈൻസ് ബ്രൈറ്റ്ലി, അത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു ലക്ഷറി ഷിപ്പ് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ ആ ഷിപ്പിൽ ചിലപ്പോൾ എത്രയോ യാത്രക്കാരുണ്ടാവുക, അവരെങ്ങോട്ടോ പോകുന്നുണ്ടാവുക, അവരും ഇവൻ്റെ മരണമോ അല്ലെങ്കിൽ ഇവൻ്റെ വീഴ്ചയിലൊന്നും ഒരു ഭാഗമാകുന്നില്ല. അപ്പം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് അല്ലേ. പല ആൾക്കാരും പലതും ഈ ഭൂമിയിൽ നടക്കുന്നതൊന്നും കാണുന്നില്ല, ബിക്കോസ് ഓഫ് ദ ഇന്നസെൻസ്. ഭൂമിയിൽ നടക്കാൻ പോകുന്നത് അറിയുന്നില്ല, ബിക്കോസ് ഓഫ് ദ ഇന്നസെൻസ്. പിന്നെ പല ആൾക്കാരും ഈ ഭൂമിയിൽ നടക്കുന്നത് അറിഞ്ഞാലും അത് ഇഗ്നോർ ചെയ്യുന്നു, ഇഗ്നറൻസ് കൊണ്ട് അല്ലേ. അതിനിപ്പം അങ്ങനെ ആയാലെന്താ, എന്നാലും ലൈഫ് മുന്നോട്ട് പോകണമല്ലോ, ചുറ്റും പലതും നടക്കും, അത് വിചാരിച്ച് നിന്നാൽ പോരല്ലോ എന്ന്. വി ഹാവ് ടു കംപ്ലീറ്റ് അവർ ജേർണി അല്ലേ. ദ സെയിൽ ഓൺവേർഡ് പീസ്ഫുള്ളി. ഈ ലൈഫ് അങ്ങനെയാണ്, പലതും ചുറ്റുവട്ടമൊക്കെ നടക്കും, എന്നാലും നമ്മൾ തുടങ്ങി വെച്ച യാത്ര തീർന്നേ തീരൂ അല്ലേ, അത് എത്തേണ്ടടുത്ത് എത്തിയേ തീരൂ എന്നൊക്കെ നമുക്ക് ഈ പോയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ്സ് ഓൾ. നിങ്ങളൊന്ന്